ഈ പണ്ടൊക്കെ സത്യത്തിൽ നാട്ടിലൊക്കെ ഒരു പള്ളിയേ ഉള്ളൂ, ഒറ്റ പള്ളിയേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ പർദ്ദയൊന്നും ഇടതില്ല. ഇപ്പൊ എന്റെ വ്യക്തിപരമായി ഞാൻ പറയാം, എന്റെ ഉപ്പുപ്പ ഒരു ഉസ്താദായിരുന്നു. പുള്ളി ഖുർആൻ പണ്ഡിതനായിരുന്നു, ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്റെ ഉമ്മുമ്മ പർദ്ദയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പർദ്ദ ഇടാതെയാണ് മരിച്ചു പോയത്. എന്റെ ഉമ്മുമ്മയുടെ മിക്കവാറും മക്കളൊന്നും പർദ്ദ ഇട്ടിട്ടില്ല. പക്ഷെ ഇന്നിപ്പോ അങ്ങനല്ല സ്ഥിതി. പർദ്ദ ഇല്ലാത്തവരെ കണ്ടുപിടിക്കാനാണ് വലിയ പാട്. അപ്പോൾ ഇവിടെ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡ് വന്നല്ലോ. ജെൻഡർ ന്യൂട്രൽ ഡ്രസ്, ഞാൻ പർദ്ദ ഇടുന്നവരെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല കേട്ടോ, എന്റെ അനുഭവം ഞാൻ പറയാം, അതും പറയണമല്ലോ. ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡിനെ കുറിച്ച് വലിയ ഡിസ്കഷൻ വന്നു. അപ്പൊ ഞങ്ങൾ കഅബയിൽ പോയ സമയത്തായിരുന്നു. കഅബയിൽ പോയ സമയത്ത് ഈ വരുന്ന ഒരു പുരോഹിതൻ പറയുന്നുണ്ട്, ഇതാണ് വിശിഷ്ടമായ വസ്ത്രം, ഇത് ധരിച്ചാലേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ. കുറെ എണ്ണം നാട്ടിൽ അവിടെ കേരളത്തിൽ കിടപ്പുണ്ട്, അവിടെ ജെൻഡർ ന്യൂട്രൽ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ കേറുമ്പോ എന്റെ ഈ വൈഫെന്ന് പറയാനും പാടില്ല എന്ന് ചട്ടമ്പി സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഭാര്യയാന്ന് പറയാ ജീവിതം, പങ്കാളി ജീവിതം. ഷീസ് മൈ പാർട്ട്ണർ, അവള് രൈന. അപ്പൊ അവൾ എന്നോട് ഇത് നോക്ക്. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കുമ്പോഴുണ്ട് അവിടെ ഒരു ലേഡി നിൽപ്പുണ്ട്. കഅബയുടെ ഒരു 50 മീറ്റർ പുറത്താ. അവിടുത്തെ ലേഡി പോലീസ് സ്റ്റാഫാണേ, നല്ല ജീൻസ് മറ്റേ പാൻസ് ഒക്കെ ഇട്ടിട്ട്, ഉടുപ്പ്, പർദ്ദയൊന്നും ഇട്ടിട്ടില്ല. ഇതേ ഡ്രസ് കോഡാണ് അവിടുത്തെ പുരുഷ പോലീസിനും. അപ്പൊ അവിടെ മാറിക്കൊണ്ടിരിക്കുക. ഒരു സോഫിയക്ക് അവിടെ പൗരത്വം കൊടുത്തോണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവിടെ നിന്ന് ഉപേക്ഷിച്ച സാധനം സെക്കൻഡായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ ഇത് വാരിയിട്ടുകൊണ്ട് നടക്കുക. ആ സൗദി അറേബ്യയുടെ മാറ്റം വിപ്ലവകരമാണ്. സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം. ബുക്ക് സ്റ്റോളുകൾ തുറന്നു, ശശി തരൂരിന്റെ പുസ്തകം വായിക്കാൻ പറ്റുന്നു, അവിടെ ഗാന്ധിയുടെ പുസ്തകം, വാട്ട് ഈസ് എത്തീസം എന്നുള്ളത് പുസ്തകം അവിടെ വായിക്കാൻ പറ്റുമ്പോൾ ഇവിടെ അത് നിരോധിക്കുകയും സാഹിത്യത്തിനെതിരെ. ഇവിടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ സ്പെഷ്യൽ ഡിനോമിനേഷൻ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് സ്പെഷ്യൽ ഡിനോമിനേഷൻ? അത് ശബരിമല സംവാദം നടക്കുന്ന സമയത്ത് അയ്യപ്പ സേവാ സമിതി സുപ്രീം കോടതിയിൽ പോയ കേസിൽ അവർ പറഞ്ഞത്, ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ സ്പെഷ്യൽ ഡിനോമിനേഷനായി പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാത്തലിക്, CSI പോലെയുള്ളവ സ്പെഷ്യൽ ഡിനോമിനേഷനാണ്. CSIയുടെ വിഷയത്തിൽ ലാറ്റിൻ കാത്തലിക് ഇടപെടില്ല, ഞങ്ങളെ സ്പെഷ്യൽ ഡിനോമിനേഷനായി പരിഗണിക്കണം. സുപ്രീം കോടതി പറഞ്ഞോ അത് പറ്റില്ല. അയ്യപ്പ സേവ ഒരു പ്രത്യേക മതമല്ല, അതിൽ എല്ലാ മതത്തിനും വരാൻ പറ്റും. ആക്ച്വലി ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരിണാമം എന്നാൽ ഇത് സ്പെഷ്യൽ ഡിനോമിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സെക്ട് വേറൊരു സെക്ടിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കത്തില്ല. ഉറപ്പാ, ഞാൻ അനുഭവത്തിനകത്തെന്ന് പറയാം. ചില സാധനങ്ങൾ വീട്ടിനകത്തോട്ട് കയറി വന്നാലുണ്ടല്ലോ, വീടിനകത്തുള്ള സമാധാന അന്തരീക്ഷം തന്നെ തകർന്നു പോകും. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പത്രം തന്നെ ഉണ്ട്. അതിൽ ഒരു പുള്ളിക്കാരനാണ് ഇരുന്ന് ചാനലിൽ പറഞ്ഞത്, ഒസാമ ബിൻ ലാദൻ ഈസ് ഈക്വൽ ടു ഭഗത് സിംഗ്. ആക്ച്വലി ഒസാമ ബിൻ ലാദൻ അല്ല, ഒസാമ ബിൻ അമേരിക്ക എന്നാ പറയേണ്ടത്. ഈ ലാദനെ ഉണ്ടാക്കിയെടുത്തത് അമേരിക്കയാണ്. അതായത് ആ അമേരിക്കയെ തന്നെ അയാൾ അടിച്ചിട്ടു. ഈ പൊളിറ്റിക്സ് ഒരു സ്പെഷ്യൽ ഡിനോമിനേഷനായി കമ്മ്യൂണിറ്റിക്കകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ജനാധിപത്യ സെക്യുലർ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കുന്ന അപകടകരമായ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. ഇത് കേവലമായ തിയററ്റിക്കൽ അസംഷനായിട്ട് ഞാൻ പറഞ്ഞതല്ല, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ചാണ്. താങ്ക് യു.